അസ്സലാമു അലൈക്കും ഉസ്താദെ. അൽഹംദുലില്ലാഹ് മാഷാ അല്ലാഹ്. ഇതൊന്നും പറയാനില്ല. കാരണം വെച്ചാൽ അത്രയും സന്തോഷത്തിലാണ് ഞാനുള്ളത്. ഞാൻ ഉസ്താദിനോട് തന്നെ തുറന്നു പറഞ്ഞൊരു കാര്യം ഉണ്ടായിരുന്നു. എനിക്ക് ഉസ്താദ്, ഞാൻ എല്ലാം ആത്മാർത്ഥമായിട്ട് പഠിക്കുന്നുണ്ട്, പക്ഷെ എനിക്കൊരു പേടി വരുന്നത് ഞാൻ മറന്നു പോവോ എന്നുള്ള പേടി. പക്ഷെ മറന്നിട്ടില്ല, എന്നാൽ എൻ്റെ പേടി മാത്രമാണ് മറന്നു പോവോ. കാരണം നമുക്ക് ഓരോരുത്തർക്കും നമ്മുടെ ജീവിതത്തിൽ നമ്മളെപ്പറ്റി മനസ്സിലാവുമല്ലോ. അപ്പം പടച്ചോൻ എന്നെ ഒരു പക്ഷേ ഇതിനു വേണ്ടി തിരഞ്ഞെടുത്തതായിരിക്കില്ലേ എന്നൊക്കെ ഉള്ളൊരു പേടികളും കാര്യങ്ങളൊക്കെ എനിക്കുണ്ടായിരുന്നു. അത് തന്നെയായിരുന്നു എൻ്റെ മറന്നു പോവോ എന്നുള്ള ടെൻഷനും. ഇന്ന് ഉസ്താദ് ആ മീറ്റിംഗിൽ പറഞ്ഞ കാര്യങ്ങളൊക്കെ, നമുക്ക് നിസ്കരിക്കാൻ ഓതാൻ നോക്കുമ്പോൾ കിട്ടുന്നില്ല, വെറുതെ ഇരുന്ന് ഓതാൻ നോക്കുമ്പോൾ കിട്ടുന്നില്ല, ഇതൊക്കെ പരീക്ഷണങ്ങൾ മാത്രമാണ്, ഇതിലൊക്കെ പിടിച്ചു നിന്ന് കഴിഞ്ഞാൽ ഇൻഷാ അള്ളാ പിന്നെ അങ്ങോട്ട് ഇതെല്ലാം എളുപ്പമായിട്ട് മാറും എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ ഇന്ന് ഈ മീറ്റിംഗിൽ ഉസ്താദും പറഞ്ഞു, ഖുർആൻ പഠിക്കുന്ന ഒരാൾക്ക് പടച്ചോൻ അത് എളുപ്പമായി കൊടുക്കും. ആഗ്രഹങ്ങൾ നല്ലതാണെങ്കിൽ പടച്ചോൻ പിന്നെ അത് എളുപ്പമായി കൊടുക്കും. നമ്മൾ ആ വഴിയിൽ നിൽക്കുക മാത്രമാണ് ചെയ്യേണ്ടതെന്നുള്ളത്. അതിലൊരു പ്രായപരിധി പറയുന്നില്ല എന്നൊക്കെ ഉള്ളത്. അപ്പൊ അതൊക്കെ ഭയങ്കര, എനിക്ക് എന്താ പറയുക, ഭയങ്കര മോട്ടിവേഷൻ കിട്ടുന്ന വാക്കുകളാണ്. പിന്നെ വേറൊരു കാര്യം കൂടെ പറഞ്ഞു, ലോകത്തിലെ ആദ്യ ഹാഫിലിങ്ങളിൽ പെടുന്ന ആൾക്കാരെ ലിസ്റ്റ് എടുത്ത് നോക്കുകയാണെങ്കിൽ അവരൊന്നും ചെറുപ്പക്കാരല്ല എന്ന് പറഞ്ഞത്. ഇൻഷാ അള്ളാ ഇതിനേക്കാൾ കൂടുതൽ എന്നെ ഈ ഒരു നീയത്തിൽ ഇൻഷാ അള്ളാ ഈ ഒരു പ്രവൃത്തിയിൽ പിടിച്ചു നിർത്തുന്ന വേറെ വാക്കുകൾ ഉണ്ടാവില്ല. അപ്പോൾ ഞാൻ തീർച്ചയായിട്ടും പറയാണ്, ഇതുപോലുള്ള മീറ്റിങ്ങുകൾ എന്തായാലും മാസം തോറും ഉണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അത് തീർച്ചയായിട്ടും വേണം. കാരണം അതാണ് ഇപ്പൊ മുന്നോട്ട് പോകാൻ ഏറ്റവും വലിയ ഊർജം. നിയത്തുണ്ട്, ആഗ്രഹം വളരെ നല്ല തന്നെയാണ് തീർച്ചയായിട്ടും. പക്ഷെ അതിന്റെ കൂട്ടത്തിൽ ഇതുപോലുള്ള മീറ്റിങ്ങുകളൊക്കെ ഉണ്ടെങ്കിൽ അത്രയും സന്തോഷത്തിൽ മുന്നോട്ട് പോകാൻ പറ്റും. ഇൻഷാ അള്ളാ എന്തായാലും ഉസ്താദെ വളരെ സന്തോഷം. അസ്സലാമു അലൈക്കും.